ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1357 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 31 വെള്ളിയാഴ്ച. 1200 ആണ്ട് മകരമാസം 18 ഗുരുവചനങ്ങളിലൂടെ ഗൃഹസ്ഥാശ്രമി ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അസത്യം പറയരുത്. ഈ 5 ധർമ്മങ്ങളെയും കായശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ഈ 5 ശുദ്ധികളെയും സഫലമായ പഞ്ചമഹായജ്ഞങ്ങളെയും അനുഷ്ഠിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവ ശിഷ്യനായ വിദ്യാനന്ദ സ്വാമികൾ എഴുതിയ ഒരു സഞ്ചാരം എന്ന് വിവരിക്കുന്നതിൻ്റെ 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒക്ടോബർ മാസം 10 വീണ്ടും മധുരയിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അവിടുന്ന് 10 മൈൽ വടക്കുള്ള തിരുപ്പേടകം എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വൈഗാ നദീ തീരത്തുള്ള ഈ സ്ഥലം പുരാണ പ്രസിദ്ധമാണ്. ഒരു കുഗ്രാമമാണെങ്കിലും വാസസുഖമുണ്ട്. ഇനി മലയാള രാജ്യത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിച്ചാൽ മതി. ആരെങ്കിലും അന്വേഷിച്ചു വരുമായിരിക്കും, എന്നാലും പോകരുത്. ആര് വരാൻ നമ്മെ അന്വേഷിച്ച്? നമ്മുടെ ദാസ് വരുമായിരിക്കും. പിന്നെയും ചിലരൊക്കെ ഉണ്ടല്ലോ. ഈ തമിഴരെ പോലെ ആർക്കും സ്നേഹമില്ലല്ലോ എന്നൊക്കെ സ്വാമികൾ പലതും കാര്യമായും നേരം പോക്കായും പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ജമീന്ദാർ ചെട്ടിയാരുടെ വകയായി ഒരു ബംഗ്ലാവുണ്ട്. സ്വാമികൾ നിശ്ചയിച്ചിരുന്ന അവധിക്ക് മുമ്പ് തന്നെ ബംഗ്ലാവിൽ ചെന്നു ചേർന്നു. ചെട്ടിയാരുടെ കാര്യസ്ഥൻ അവിടെ എത്തിയിട്ടില്ല. ചെന്ന ദിവസം ഒരു ബ്രാഹ്മണൻ്റെ കെട്ടിടത്തിൽ പാർത്തു. പിറ്റേ ദിവസം രാവിലെ വെളിക്ക് പോകുവാൻ പുറപ്പെട്ടു. കൂടെ കമണ്ഡലുവിൽ വെള്ളവുമായി ഞാനും പോയി. സ്വാമികൾക്ക് ശരീരത്തിന് നല്ല സുഖമുണ്ടായിരുന്നില്ല. ആന്ത്രത്തിൻ്റെ ഉപദ്രവം കുറേശ്ശെയുണ്ട്. ക്ഷീണവുമുണ്ട്. അധികം നടക്കുവാൻ ശക്തിയില്ല. എന്നിട്ടും 2 മൈൽ നടന്നു. വെളിക്ക് പോയ ശേഷം ആറ്റിൽ കുളിക്കുവാൻ തീർച്ചയാക്കി. വെള്ളം കലങ്ങി ഒഴുകുന്നു എന്ന് മാത്രമല്ല, പല്ല് തേപ്പാനും കുളിപ്പാനുമുള്ള ഒരുക്കത്തോടെ ആയിരുന്നില്ല പോയിരുന്നത്. സ്വാമികൾ ഒരു ആലിൻ്റെ വേര് പറിച്ചെടുത്ത് പല്ല് തേച്ചു. ആറ്റിലെ മണലിൽ ഞാൻ ഊറ്റുകുഴി തോണ്ടി ഉണ്ടാക്കി. അതിൽ ഊറിയ വെള്ളം കമണ്ഡലു കൊണ്ട് ഞാൻ മുക്കിക്കൊടുത്തു. സ്വാമികൾ കുളിയും കഴിച്ച് വസ്ത്രം 2 നനച്ചു. ഉടുക്കാൻ വേറെ വസ്ത്രമില്ല. ഒന്ന് ഉണങ്ങാൻ വിരിച്ചു, മറ്റേത് നനഞ്ഞ പാടെ ഉടുത്തു. കുളി കഴിഞ്ഞ ശേഷം ഇനി നടക്കുവാൻ കഴിയില്ല, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞ് സ്വാമികൾ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കുറേ നേരം ചുറ്റി നടന്നിട്ട് അവിടെ ഇരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.